നാൾക്ക് ശേഷം ഒരു ഗെയിം വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അത് നമ്മൾ റോബ്ലോക്സിലാണ് ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത്. റോബ്ലോക്സിൽ ഇപ്പോൾ ഏറ്റവും പേര് കളിക്കുന്ന ഒത്തിരി പേര് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗെയിമാണ് ഞാൻ ഇത്ര നാളെ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഞാൻ കളിച്ചിട്ടുണ്ട്. ബട്ട് ഞാൻ ഇപ്പോഴാണ് അതിനെക്കുറിച്ച് ഇൻസിഡൻസ് നിങ്ങളെ കൊണ്ട് കാണിച്ചു തരാണ്. അപ്പം ഞാൻ അപ്പോൾ നമുക്ക് കളിക്കാം. അപ്പോൾ നമുക്ക് വെളിയിൽ പോകാം. വിശ്വാസമുണ്ട് രണ്ടുപേരെ ഉള്ളു. അത് ഞാൻ പോയാ ഇതിനകത്ത് കുറേ പേരുടെ പേര് കാണിക്കുവേ, പക്ഷെ അത്ര പേരൊന്നും ഇല്ല കേട്ടോ. ഓക്കെ, നമ്മുടെ പോവാൻ ഗൈസ്. അയ്യോ, അപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഞാനും ഈ കൊച്ചും മാത്രമേ ഉള്ളൂ. എടാ ഇവൻ എവിടെ വന്നടാ? ഇവൻ എവിടെ നിന്ന് വന്ന്? ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് നമ്മുടെ ഫ്രൂട്ടൊക്കെ കാലി എടുക്കാൻ പറ്റും. ഫസ്റ്റ് നമ്മുടെ മരങ്ങളൊക്കെ നോക്കണം. നമ്മൾ സാക്കിനകത്ത് കയറ്റുന്നത്. ഓക്കെ, നമ്മുടെ തുടങ്ങി നമുക്ക് സാപ്പിളിങ്സ് അത്യാവശ്യം ഉണ്ടോ? എൻ്റെ കൂടെ ഞാൻ വീണ്ടും അവിടെ കാണുന്നു തോന്നുന്നു സാപ്പിളിങ്. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അറിയായിരിക്കാം, പക്ഷേ ഞാൻ പറഞ്ഞു തരുന്നേ ഉള്ളൂ. ഓക്കെ, ഇതൊക്കെ ഞങ്ങൾ എന്തെങ്കിലും എനിക്ക് എടുക്കാൻ പറ്റില്ല. ഈ കാഴ്ച നമുക്ക് തീ ലെവൽ 2 ആക്കിയിട്ടുണ്ട് ഫ്രണ്ട്സ്. നമുക്ക് ഇഷ്ടം പോലെ ഇവരെല്ലാം ആ ഒരു സ്ലാപ്പിങ്സ് ഒന്നും എടുക്കുന്നില്ല കേട്ടോ. പിന്നെ പലവരും വിചാരിക്കും ഇതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് പോകാൻ പറ്റത്തില്ല, ഇങ്ങനെ വെള്ളം കാണിക്കാതെ. ഞാൻ പോകുന്നുണ്ടല്ലോ കണ്ടോ. നമ്മുടെ പ്ലേസ് ഇപ്പം നമുക്ക് ലെവൽ 3 ആക്കണം. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ലക്ഷ്യം. നമ്മൾ ആക്കിയോ? ഇവിടെ തന്നെ സ്റ്റാർട്ടിങ് ആക്കില്ല. ഓക്കെ, നമുക്കതെ ഇതിനാദ്യം കണ്ടു കഴിയാം. നമ്മൾ ഇതിനടുത്ത് നമ്മൾ പ്ലേ എടുക്കണം. നിങ്ങൾ പ്ലേ ഇതിലാവുന്നില്ലല്ലോ കണ്ടോ. അതെ, ഇതിൻ്റെ സംഭവം എനിക്ക് പിടിയിട്ടില്ല, പക്ഷേ അത് ഊതുന്നു അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി ഒരു ക്യാരറ്റ് നമുക്ക് കൂട്ടാം. ഒരു ക്യാരറ്റ് ഇനിയിപ്പോൾ നമ്മുടെ ഫ്രണ്ടാവും ഗായ്സ്. അത് നമ്മുടെ ഫ്രണ്ടായി ഗായ്സ്. കൊക്കോ എന്നാണ് ഇതിൻ്റെ പേര് ഗൈസ്. നമുക്കിനി കുറേ ഇത് വെട്ടണം. നമുക്കിനി കുറേ ഇത് ചെയ്യണം. ഉൾഫിനൊക്കെ വെട്ടിയിട്ട് അതിൻ്റെ സ്റ്റീക്ക് നമുക്ക് എടുക്കണം. എന്നാലും ഉൾഫിനെ ഫ്രണ്ട് ആക്കുന്ന സമയത്ത് നമുക്ക് ആ സമയത്ത് നമുക്ക് സ്റ്റീക്ക് കൊടുക്കാൻ പറ്റും. അത് നമ്മൾ ചോദിക്കുന്ന സ്റ്റീക്കാണ്. നമുക്ക് ബണ്ണി ഫൂട്ട് വേണം. ഇത് കുറച്ച് അത്യാവശ്യം നമ്മൾ മെറ്റൽ നമുക്ക് പറക്കണം കേട്ടോ. മെറ്റൽ നമുക്ക് വെച്ചാൽ അവിടെ കൊണ്ട് നമുക്ക് അയണാക്കാം. അതാണ് ഇത് ചില ഗെയിമേഴ്സിന് അറിയത്തില്ല. അതായത് ഞാൻ ചിലരൊക്കെ കണ്ടായിരുന്നു, അപ്പോൾ അവർക്കൊന്നും അത് അത്ര ക്ലിയർ അല്ല. വേറെ നമുക്ക് അറിയാനല്ല, അവർക്ക് അത്ര ക്ലിയർ അല്ല. അപ്പോൾ എൻ്റെ കണക്കിൽ അറിയാൻ എന്നാലും പറയാൻ പറ്റും. കുറച്ച് ഫുഡ് വെട്ടണം. നമുക്ക് കുറച്ച് മുയലൊക്കെ വെട്ടണം. ഇപ്പം നമുക്ക് സോ നമുക്ക് ക്യാരറ്റ് വെക്കണം. വാട കൊക്കോ നമുക്ക് വേണമെങ്കിൽ ഇതിനെ അവിടെ ഇരുത്താം കേട്ടോ. അതായിരിക്കും ഇതിനെ നമുക്ക് വേണമെങ്കിൽ അവിടെ ഇരുത്താം. കുറച്ച് ഇരുത്തിട്ട് ഓക്കെ. കൊക്കോ അവിടെ നിൽക്കിയിട്ട് അത് സിറ്റ് കൊടുത്താൽ മതി. അവിടെ തന്നെ ഇരുന്നാൽ നമ്മൾ പറഞ്ഞു കേട്ടോ. നമ്മൾ അവിടെ ആട്ടത്തിൽ പൊതിഞ്ഞ് നമുക്ക് പ്ലാൻ ചെയ്യാം. എനിക്ക് വെച്ചിട്ട് ചെറിയ പേടിയാണ് രാത്രി ആകുമ്പോൾ എനിക്കറിയാനായിട്ട്. സാമാനം അങ്ങനെ വന്ന് പിടിച്ചാൽ നമുക്ക് ബാൻഡേജ് ചെയ്യാം. എവിടെ പോയത്? ഉണ്ടാക്കണം. ഹലോ ഇത് വെച്ചുണ്ടല്ലോ ഇടയ്ക്ക് മൂന്നിക്കൂടെ ടോർച്ച് അടിച്ചാൽ ഇത് ചിലപ്പോൾ ഇതിൽ കുറച്ച് തീവ്രവാദികൾ വരും. അപ്പോൾ നമ്മൾ ഇരിക്കാൻ വരും. അന്നേരം ഇതിന് മുഖം ഞാൻ ഒരു ദിവസം ഫ്ലാഷ് ലൈറ്റ് അടിച്ചു. ഇത് പോകുന്നില്ല, അതിൻ്റെ കണ്ണിനെ കൂടെ ഞാൻ അടിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര അടുത്ത് പോയത്. അപ്പോൾ നമുക്ക് രാവിലെ ആകും. ഇപ്പോൾ രാവിലെ എൻ്റെ ബണ്ണി ഫുട്ട് വരും. സോ നമുക്ക് ബണ്ണീനെ ഒക്കെ എന്തൊക്കെയുണ്ട് ബണ്ണിയുടെ സൗണ്ടാണോ അത്? എടാ നമുക്ക് ബണ്ണി ഫുഡ് കിട്ടടാ. ഷേ ആദ്യത്തെ ചാൻസിൽ ഇപ്പം ബണ്ണി ഫുഡ് കിട്ടി. ഈ ബണ്ണി ഫുഡ് വെച്ചുള്ള ഗുണം എന്താ നിങ്ങൾക്ക് അറിയാതിരിക്കും. ബണ്ണി ഫുഡ് വരും. നമ്മുടെ ട്രെയിലർ വരുന്ന രാവിലെ അയാൾ വരുന്നത് എടുത്ത് കൊടുത്താൽ മതി. നമുക്ക് ഗുഡ് സാക്ക് കിട്ടും, ഗുഡ് ആക്സ് കിട്ടും. ബട്ട് എനിക്ക് മെയിനായിട്ട് വേണ്ടത് ഗുഡ് സാക്കാണ്. ബിക്കോസ് ഞാൻ അത് കല്യാണം കൊല്ലാൻ പോകുന്ന ഒരു പാർട്ടിയല്ല. ഞാൻ ജസ്റ്റ് ഓക്കെ ഗുഡ് സാക്ക് കിട്ടി. പെട്ടെന്ന് തന്നെ കിട്ടും ആദ്യം. എനിക്ക് എത്ര സാധനങ്ങൾ എത്ര സാധനങ്ങളല്ല കേട്ടോ. 15 നമുക്ക് അതുപോലെ വരത്തില്ല. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ വേണ്ടത് ഇതൊക്കെയാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഉൾഫിനെ കൊല്ലണം. ഉൾഫുട്ടാ കൂടെ അയ്യോ സമൂസ ഡെഡായോ? സമൂസ നല്ല പേരെന്താണ്? സമൂ ആടാ എടാ എടാ ഉൾപ്പെട്ട് കിട്ടടാ. ഷേ ഇതെല്ലാം പെട്ട തക്കനെ കിട്ടുന്നില്ല. ആരും ഇല്ലാത്തതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നം ചമാച്ചി അതെ ഗുഡ് ആക്സ് എനിക്ക് ഇത്ര മതി. എനിക്ക് വേറെ ഒന്നും വേണ്ട. എന്ത് ചെയ്യാം, നമുക്ക് ഇനിയും കുറേ സ്റ്റീക്ക് വേണം. അവിടെ കുറേ കോൾ ഇരിപ്പുണ്ട്. കോളുകളൊക്കെ പറക്കണം. ചിലവർക്ക് അറിയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അതല്ല എല്ലാവർക്കും അറിയാമെന്നുണ്ടോ ഇല്ലല്ലോ. അപ്പോൾ ഓക്കെ ഗൈസ്, നമുക്ക് 3 കോൾ കിട്ടി. നമുക്കിപ്പോൾ ഒരു ബോൾട്ട് എന്താ ചാർജിൻ്റെ കാര്യം ഓക്കെ അല്ലേ? അത് ഓക്കെയാണ് മാത്രമേ നമ്മൾ പോകാം. കുഴപ്പമില്ല. ഹലോ എക്സ്ക്യൂസ് മീ എടാ അവിടെ പോയി ഫസ്റ്റ് ഇനി എനിക്ക് ഫുൾ ഫെൽറ്റ് ആവശ്യമില്ല. എല്ലാം എനിക്ക് ഫസ്റ്റ് ചാൻസ് കിട്ടിയത് ആദ്യമായിട്ടാണ്. ഫസ്റ്റ് ചാൻസിൽ ആദ്യമായിട്ട് നമുക്ക് പോകാൻ പാടില്ല എന്നൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങോട്ട് പോകാൻ പാടില്ല. ഇതുവരെ പോയാൽ നമുക്ക് പോകാൻ ധൈര്യം പോയാൽ മതി. എനിക്ക് അതിനുള്ള ധൈര്യം ഇല്ലാത്തത് ഞാൻ പോകില്ല. അതൊന്നും വിചാരിക്കില്ല ഗൈസ്. നമുക്ക് ഗുൾഫിനെ നമുക്ക് ഫ്രണ്ടാക്കാം. നമുക്ക് അടുത്ത ദിവസം പോകാം. നമുക്കിപ്പോൾ കുറച്ച് പരിപാടികളുണ്ട്. ഇപ്പോൾ തന്നെ എൻ്റെ ഫുഡിൻ്റെ ഇത് ലോ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കഴിച്ചില്ല പണിയാണ്. നൈറ്റ് സപ്പോസ് ഞായറാഴ്ച പണി പോകും. നമുക്ക് ചെസ്റ്റ് എടുക്കണ്ട ഇവിടെ. ആടാ ബാൻഡേജ് കിട്ടി. ദേ പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴത്തേനും എവിടെ പോയത്? നമുക്ക് പെട്ടെന്ന് നമ്മൾ ഫയർ നടത്തണം കേട്ടോ. എന്നാൽ ഇതൊക്കെ വേവിച്ച് തിന്നാൻ പറ്റുള്ളൂ. അത് നമുക്ക് ഇവിടെ നടക്കും. ഈ ഗ്രീപ്സൊക്കെ നമുക്ക് തിന്നാൻ അറിയാമല്ലോ, എല്ലാവർക്കും അറിയാം. സോറി. ഓ എടാ നമ്മൾ വന്നപ്പോഴാണ് സംഭവം എല്ലാം കാണിച്ചു. തൽക്കാലം നമുക്ക് ഈ സ്റ്റീക്ക് നമുക്ക് കഴിക്കാനായിട്ട് എടുക്കാം. തൽക്കാലത്തേക്ക് നമുക്ക് ഉൾഫിന് വേണ്ടി നമുക്ക് പിന്നീട് ഓക്കെ പ്ലാന്റ് കൊടുക്കണം. നാളെ ആയിരിക്കും മറ്റന്മാർ വരുന്നത്. അധികം എന്ന സംഭവം എപ്പോഴും കാണുന്നതാണ്. ഇത് സംഭവം ഇത്രേ ഉള്ളൂ. അതിനെ ഓരോ തിന്നു നിങ്ങൾക്ക് പുറത്തോടങ്ങി തിന്നു. അതാണ് മുന്നറിയിപ്പ്. ജസ്റ്റ് ഒരു മുന്നറിയിപ്പ് അവർ തരുന്നു. നമുക്ക് കുറേ സാധനങ്ങൾ നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാനായിട്ടുണ്ട്. നമുക്ക് കുറേ ക്രാഫ്റ്റ് ചെയ്യാം. അതിന് മെയിൻ 8 ബോൾട്ട്. നമുക്ക് ഒരു ക്രാഫ്റ്റിംഗ് ബെഞ്ച് ഉണ്ട് ലെവൽ 2. അങ്ങനെയൊക്കെയാണ് സംഭവം. നമ്മൾ എല്ലാവരും മനസ്സിലാക്കുക ക്രാഫ്റ്റ് ബെഞ്ച് നമുക്ക് ലെവൽ 2 ഉണ്ടാക്കിയാലേ നമുക്ക് ബാക്കിയുള്ളത് പറ്റുള്ളൂ. മനസ്സിലാക്കാം. നമുക്കിപ്പോൾ
അപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് നമ്മുടെ ഇതൊന്നും മുറിക്കാം. ഓക്കെ, തൽക്കാലത്തേക്ക് നമുക്കിത് മുറിക്കാം. നമുക്ക് 3 കിട്ടിയില്ല, 2 എണ്ണം മാത്രം കിട്ടിയാൽ മതി. ഫ്രണ്ടാക്കുക. വേറൊരു സംഭവം, നമ്മൾ മീറ്റും സ്റ്റീക്കും ഒക്കെ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മളത് വേവിച്ചിട്ടേ കഴിക്കാൻ പാടുള്ളൂ, അല്ലെ അതെന്തോ കുഴപ്പമാണ്. ബട്ട് കഴിച്ചവർക്ക് അങ്ങനത്തെ അങ്ങ് കാട്ടി പോയി നിൽക്കാൻ അങ്ങനത്തെ സിറ്റുവേഷൻ വല്ലതാണ് കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവരെന്തോ കാരണം കൊണ്ട് അങ്ങനെ പറയുന്നത് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ വെച്ചിട്ട് എൻ്റെ കൂടിയൊക്കെ ഫുഡ് കൊടുത്തിട്ടുണ്ട്. രാവിലെ നമുക്ക് നമ്മുടെ വേറെ അതേപോലെ ഫുൾ 2 ഫുഡുണ്ട്. ഒരു വെടിക്ക് 2 വർഷം കഴിഞ്ഞു. അപ്പോൾ എനിക്ക് 2 സ്റ്റീക്ക് കിട്ടും. ഒരു സ്റ്റീക്ക് മതി. കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ പറഞ്ഞാൽ അതായിരിക്കും നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. കാരണം നമ്മുടെ ലൈഫ് കുറവാണ്. എന്നാൽ അവിടെ തവള വന്ന് വന്നടാ. എവിടെ തവളല്ലേ? വരാൻ പറ്റുമോ? ഇതിനെ ഫ്രൂട്ട് ചെയ്യാൻ പറ്റുമോ? അയ്യോ, ഇത് ഇങ്ങനെ പരിപാടി എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നേ. അപ്പം നമ്മൾ ഇങ്ങനെ ഫ്രണ്ടാക്കാൻ കേട്ടോ. അതിനങ്ങോട്ടൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അത് വലിയ തവണ ഞാൻ തോന്നുന്നു. ചെറുക്കനെ നന്നാക്കി എടുക്കാൻ നോക്കുമ്പോൾ പറ്റത്തില്ല. ദൈവമേ, എൻ്റെ ഇത്ര ലൈഫ് പോയടാ. അയ്യോ, വൈദ്യ ഭായി നമുക്ക് നമ്മുടെ മരം വെട്ടണം. നമ്മൾ സ്റ്റീക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് എന്തായാലും ഒരു ദിവസം ഉണ്ടാക്കിയാൽ വരെ അങ്ങനെ തെറ്റായിരിക്കും. നമുക്ക് എപ്പോഴും ഒരു ബോൾ കിട്ടില്ല. തൽക്കാലത്തേക്ക് നമുക്ക് സ്റ്റോറി നോക്കാം. അത് സ്റ്റീക്ക് നമ്മൾ തന്നെ ചെയ്യണം. കുറേ സംഭവങ്ങൾ ഉണ്ടാക്കാനുണ്ട്. എടാ, ഇവിടെ മൊത്തം തവളയാണ്. ഇനിയിപ്പോൾ പോകേണ്ട എടുത്തോളം അങ്ങനെ സൂക്ഷിക്കണം. ഞാൻ പക്ഷേ ആദ്യമായിട്ടുണ്ട് ഇങ്ങനെ നേരിട്ട് തവളെ കാണും. ഈ ഒരു ഗെയിം വന്നിട്ട് സത്യമായിട്ട് പറയാനുണ്ടോ? ആദ്യമായിട്ടാണ് ഞാൻ ഈ ഗെയിം വന്നിട്ട് നേരിട്ട് തവളെ കാണും. എടാ കീ അമ്മേ, അയാൾക്ക് സോറി അല്ലേ, നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി കേട്ടോ. പക്ഷെ എന്താ കീ? അയ്യോ, അതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല. അതിനെക്കുറിച്ച് എനിക്ക് കിട്ടും അപ്പം അറിയില്ല. സ്റ്റാർട്ടിങ്സ് കിട്ടിയിട്ടുണ്ട്. അവിടെ ഓക്കെ, സ്നാറ്റി സപ്രോച്ച് അത് നമുക്ക് 12 ഇത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. ഷെൽഫ് ഉണ്ടാക്കുന്നു. ഇതൊരു മാപ്പ് ഉണ്ടാക്കണം. 2 ഇത് വെച്ചിട്ടുണ്ട്. മാപ്പ് ഈസ് വെരി മാപ്പ് തന്നെ ഇതാക്കാം. ഓക്കെ ആണേ മനസ്സേ? ഓക്കെ അല്ലേ മനസ്സേ? എന്താണ് നമുക്ക് ഇനി ഈ കൊച്ചിനും കൂടെ സഹായം ഉണ്ടായാലും പറ്റത്തുള്ളൂ. നമുക്ക് കൊച്ചിനെ രക്ഷിക്കണം. അയ്യോ, കൊച്ചിനെ ഇട്ട് കഴിക്കണം. എന്നോട് തോന്നുന്നില്ലോട്ടോ. എടാ, നമ്മുടെ മരം വെട്ടല്ലടാ, എനിക്ക് ആവശ്യമുണ്ട്. ഏയ് കൊട്ട് ഓണ്ട് അവർ ട്രീസ്. എടേ, നമ്മൾ മല വിട്ടുക. ഡോൺ കട്ട് അവർ ട്രീസ്. മനസ്സിലായോ? കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ട് വരുമ്പോഴത്തേനും അവളത് മുറിക്കാൻ നോക്കുന്നത് ഇതൊരു കഷ്ടമാണ്. നല്ലക്ക് കൊക്കുമണി എൻ്റെ കുടിച്ചാക്കി നടി കുടിച്ച് മാത്രം കഴിക്കും. എന്തോ ഒരു ടൈപ്പ് ചെയ്യുന്നുണ്ടല്ലോ. ഓക്കെ യു യോ തവളയുടെ കണ്ണിപ്പെടാതെ പോവാം. അല്ല പിന്നെ അത് പിടിച്ചാൽ വീടും. നമുക്കിനിപ്പോൾ കൂടെ പോവാം. ഹലോ മോനു, എന്നെ സഹായിക്കാൻ നോക്കാണ് ഉദ്ദേശിക്കുന്നത്. നല്ല മുകളിലേക്ക് കൊണ്ടുവരാനായിട്ടാണ് ഞാൻ വന്നത്. ഒരു ഗൾഫ് കുട്ടന്മാരും ഇപ്പോൾ ഇങ്ങോട്ട് വരരുത്. എന്നാൽ എൻ്റെ കഥ തീർന്നു. ഓക്കെ 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 എന്തുവാടെ തീരുന്നില്ലേ? അയ്യോ, ഞാൻ ചത്താ. എടാ നമ്മുടെ സംഭവം സക്സസ് ആയില്ല. കുഴപ്പമില്ല, വിട്ടേര്. നമ്മുടെ സാധനം എടുത്തേച്ച് നമുക്കിപ്പോൾ നേരെ ഞാൻ ഒന്ന് കഴിക്കട്ടെ. എന്നിട്ട് മോനെ നിന്നെ രക്ഷിക്കാട്ടോ. ഓക്കെ, പിന്നെ ബാൻഡേജ് കൊണ്ടുവരികയാണ്. ഇതങ്ങ് കാട്ടിപ്പോയാ റിവൈവ് കാണിക്കുന്നേ ഉള്ളൂ. ഇവിടെ കൊച്ച് എടാ എവിടെ പോയി? കൊച്ചിനെ രക്ഷിക്കാൻ പോയത് അവള്. പറഞ്ഞിട്ട് പോകണ്ടേ, ഞാൻ ഹെൽപ്പിന് വരില്ലേ? ഇപ്പം ഞാനിപ്പോൾ എങ്ങനെ പോകും? നമുക്ക് കാര്യം ചെയ്യാം. നമ്മൾ ഫുഡാക്കി എടുത്തൊന്നും പോകാതെ നടക്കത്തുള്ളൂ. അതിനുള്ള വന്നു. അപ്പോൾ ഞാൻ പോട്ടെ. ഞാൻ ആ കൊച്ചിനെ റിവൈവ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കടമ ഞാൻ ചെയ്തു. ഞാൻ ഇനി പോകട്ടെ. ഇനി എനിക്ക് എടാ ഞാൻ റിവൈവ് ചെയ്തില്ലേ? അയ്യോ, ഞാൻ റിവൈവ് ചെയ്തില്ല. ഓ, നമുക്ക് ഇങ്ങനെ ടൈം ഉണ്ടല്ലോ. ഞാൻ റിവൈവ് ചെയ്തില്ല. എടോ, എൻ്റെ ടൈം പോവോ? സംഭവം നമുക്ക് വിഷയം എന്തുവാന്നോ? അവിടെ അത്ര മുഴുവൻ നിൽക്കുന്നു. എൻ്റെ ലൈഫും കുറവാണ്. അപ്പോൾ ഞാൻ തത്താ എന്നെ രക്ഷിക്കും, കൊച്ചിനെ രക്ഷിക്കും. മൊത്തത്തിൽ പണി വാളിയിരിക്കുകയാണ് ശരിക്കും. സോ കുറച്ച് ടാസ്ക്കാണ് രക്ഷിക്കാൻ. ഞാൻ എന്തായാലും ഇപ്പോൾ ബാൻഡേജ് എടുക്കണം. ഉൾഫോട്ടന്മാരെ ഇങ്ങോട്ട് ഇരുന്ന് നിന്നെയൊക്കെ ഞാൻ കൊണ്ടുപോയി. പെണ്ണ ഓടി വാ. അയ്യോ 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 അയ്യോ. മറ്റേ ഇപ്പോൾ സിനിമ കാണാൻ വരുന്നവരെ വരും. അതേ ഉണ്ട് എന്നെ കൊല്ലം വന്നോളൂ. ഞാൻ നിങ്ങളൊക്കെ കുറഞ്ഞ എന്ത് ചെയ്യണം? മറ്റേ കൊച്ചിൻ്റെ എടാ ഇനി എന്നെ രക്ഷിക്കാൻ പാ. അവിടെ പോയി. എടാ കൊച്ചവിടെ പോയി. കൊച്ചിനെ കണ്ടല്ലോ. കൊച്ചവിടെ പോയി.
നൈസ്, നല്ല കാര്യം, നല്ല കാര്യം. റിവൈവ് വരിക. റോബോക്സ് വേണം. അയ്യോ അയ്യോ അപ്പാ. അപ്പോൾ ഗൈസ് നമ്മൾ പെട്ടെന്ന് നമ്മൾ ഡെഡ് ആയി പോയതുകൊണ്ട് തന്നെ നമുക്ക് പറ്റില്ല, നമുക്ക് പെട്ടെന്ന് എത്ര യൂസ് നമുക്ക് പറ്റില്ല. ബട്ട് ഞാൻ ആക്ച്വലി ഞാനിപ്പോൾ ഇങ്ങനെ ബേസിലാണ് നിൽക്കാൻ വേണ്ടി ബേസിക് ലെവലിലാണ്, അതായത് ഒരു 26-27 അത്രയും ദിവസം ഞാൻ എന്താ സർവൈവ് ചെയ്തിട്ടുണ്ട്. 30-31 അത്ര ദിവസം സർവൈവ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ഇനിയും നമ്മളൊന്ന് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ പാർട്ട് 2 ആണെങ്കിൽ കമന്റ് ചെയ്യുക. അടുത്ത വർഷം നിങ്ങൾക്ക് ചാനൽ എൻ്റെ ഫ്രണ്ടിനോട് കളിക്കാനായിട്ട് നോക്കാം. ബട്ട് അതിൻ്റെ വോയിസ് കാണുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ. ബൈ. പാർട്ട് 2 ആണെങ്കിൽ കമന്റ് ചെയ്യാം. ബൈ.